ചൂരൽമല പുനരധിവാസത്തിൽ ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ച മുസ്ലിം ലീഗ്. ഭൂമി സംബന്ധിച്ച വിവാദത്തിനിടെയാണ് യോഗം. നിലവിലെ ഭൂമിയുടെ സാഹചര്യത്തെക്കുറിച്ച് ലീഗ് നേതൃത്വം വിശദീകരിച്ചു. നിയമപ്രശ്നങ്ങളില്ലെന്നും പുനരധിവാസ പദ്ധതിയുമായി മുൻപോട്ട് പോവുകയാണെന്നും ലീഗ് ഉറപ്പു നൽകി. വിവരങ്ങളുമായി ലിനറ്റ് വർഗീസ് ചേർന്നു വയനാട്ടിൽ നിന്നും. ലിനറ്റ്, ഏതാണെങ്കിലും അവിടെയുള്ള മനുഷ്യർക്ക് ഒരല്പം ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇത്തരം വിശദീകരണങ്ങൾ എന്നുള്ളത്. ഈ വിശദീകരണത്തിൽ എന്തെല്ലാം കാര്യങ്ങളാണ് അവർ പറഞ്ഞിരിക്കുന്നത്, എന്തെല്ലാം ഉറപ്പുകളാണ് മുസ്ലിം ലീഗ് നൽകിയിരിക്കുന്നത്? സംഗീത, ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതർക്കായി മുസ്ലിം ലീഗ് നിർമ്മിക്കുന്ന ഭൂമിയിൽ ഭവനം നിർമ്മിക്കുന്ന ഭൂമിയെ ചൊല്ലിയുള്ള തർക്കം വളരെ ശക്തമാവുന്ന സാഹചര്യത്തിലാണ് മുസ്ലിം ലീഗ് ഭൂമിയെ സംബന്ധിച്ച ഈ വിവാദത്തിനിടെ ഇത്തരത്തിൽ ഗുണഭോക്താക്കളുടെ യോഗം വിളിച്ചു കൂട്ടിയത്. 85ഓളം പേര് പങ്കെടുത്ത യോഗമായിരുന്നു ഇത്. 100ഓളം വരുന്ന ആളുകളാണ് ടൗൺഷിപ്പിൽ തങ്ങൾ പങ്കാളികളാകുന്നില്ല എന്ന് പറഞ്ഞ് സർക്കാരിന്റെ കയ്യിൽ നിന്ന് 15 ലക്ഷത്തോളം വാങ്ങി മാറുകയും അതോടൊപ്പം 85 പേർ മുസ്ലിം ലീഗ് നൽകുന്ന പുനരധിവാസ ഭൂമിയിൽ വീട് വെക്കാൻ താല്പര്യം പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നത്. അവർക്ക് വേണ്ടിയാണ് ഈ മുസ്ലിം ലീഗ് ഇവിടെ ഭൂമി വാങ്ങുന്നതും തുടർന്ന് അത് തോട്ടം ഭൂമി തരം മാറ്റിയതാണ് എന്ന് സംബന്ധിച്ചിടത്തോളം വ്യക്തമാണ്. വയനാട്ടിൽ നിന്ന് ലിനറ്റ് വർഗീസാണ് വിശദമായ വിവരങ്ങൾ പങ്കുവച്ചത്.